അപ്പു എഴുന്നേൽക്കാൻ സമയമായിട്ടുണ്ട്, ഞാനവിടെ ചെല്ലട്ടെ. എണീക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അവൾക്ക് പേടിയാവും. രണ്ടുപേരോടുമായി പറഞ്ഞുകൊണ്ട് ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയൽ മടക്കി വെച്ച് എഴുന്നേറ്റു. പുറകെ ആയിക്കൊണ്ട് അവരും. ജോലിക്കാരൊക്കെ ഇന്ന് തന്നെ വരും, ഒരു 6 മണിക്കുള്ളിൽ. പെട്ടെന്നുള്ള ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് ആളെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റെയർ ഇറങ്ങുമ്പോൾ രുദ്രൻ പറയുന്നുണ്ട്. ആദ്യം മീരയും കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് രുദ്രൻ അൻഷിനെയും കൂടി ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയത്. ഈ ഡോർ തുറന്നിട്ടാരാ? അൻഷിന്റെ ചോദ്യം കേൾക്കെ ഇരുവരുടെയും നോട്ടം തുറന്നിട്ട മുൻവശത്തെ വാതിലേക്കായി. ഒരു നിമിഷം അവന്റെ കണ്ണൊന്ന് കുറുകി. അടുത്ത നിമിഷം എന്തോർത്ത പോലെ താഴെ മീരക്കെടുത്തിയ റൂമിലേക്ക് പാഞ്ഞവൻ. പുറകെ അൻഷി രുദ്രനും. അപ്പു! ചാരിയിട്ട വാതിൽ തുറന്നുകൊണ്ട് വിളിച്ചതും അവളെ അവിടെയെങ്കിലും കാണാതെ തറഞ്ഞുപോയവൻ. അപ്പു, എവിടെയാ നീ? എന്നെ പേടിപ്പിക്കല്ലേ? ആദ്യം എത്ര വിളിച്ചിട്ടും അവിടെ മറുപടി ഒന്നില്ലാതെ വന്നതും മൂവരുടെ കണ്ണിലും ഭയം നിറഞ്ഞുപോയി. അൻഷ്, ചെക്ക് ദി CCTV. രുദ്രൻ പറഞ്ഞത് അൻഷ് മാൻഷനിൽ തന്നെയുള്ള CCTV റൂമിലേക്ക് പാഞ്ഞു. ആദ്യം അപ്പോഴും അവളെയും വിളിച്ചുകൊണ്ട് അവിടെ മുഴുവൻ തിരയുന്നുണ്ട്. സൂര്യ, ഏട്ടാ, ഒന്നിങ്ങോട്ട് വാ. CCTV റൂമിൽ നിന്ന് അൻഷിന്റെ വിളി കേട്ടതും രണ്ടുപേരും വേഗം അങ്ങോട്ട് പാഞ്ഞു. ഓ ഷിറ്റ്! CCTVയിൽ കാണുന്ന ഓരോ വിഷ്വൽസും ചെക്ക് ചെയ്ത് കണ്ടതും അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുന്നിലെ ടേബിളിലേക്ക് ആഞ്ഞിടിച്ചവൻ. സൂര്യ, നീ വാ. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ഇറങ്ങിപ്പോയത്. അധികം ദൂരൊന്നും പോയി കാണാൻ വഴിയില്ല. പിന്നെ അവൾക്ക് ഇവിടെ അത്രയും പരിചയമില്ല. സോ കണ്ടുപിടിക്കാം. രുദ്രൻ പറഞ്ഞതും ചുവന്ന് വലിഞ്ഞു മുറിയ മുഖത്തോട് അവനെ നോക്കി ആദ്യം. ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഭയവും എല്ലാം അതേ അളവിൽ പ്രതിഫലിക്കുന്ന പോലെ. അൻഷുമാകെ തകർന്നു നിൽപ്പാണ്. തങ്ങളുടെ അശ്രദ്ധയാണ് എല്ലാത്തിനും പിന്നിലുള്ള കാരണം. വാ സൂര്യ, വാ സൂര്യ. ചുറ്റും വട്ടിട്ട് പറക്കുന്ന ഒരുത്തിനുള്ളതാ. അപ്പുനെ തനിച്ച് പുറത്ത് കിട്ടിയാ. പറയുമ്പോൾ അൻഷിനുള്ളിൽ ആദ്യത്തിന്റെ മുഖം മാത്രമായിരുന്നു. അതുകൂടി കേട്ടതും കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ആദ്യം പുറത്തേക്ക് പാഞ്ഞു. പുറകെയായി അവരും. ഒപ്പം സോഫിയെ വിളിച്ച് അന്വേഷിക്കാനും പറഞ്ഞു. മുന്നിലെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. ആ കാഴ്ചയെ മറച്ച് ഏതൊക്കെയോ വഴിയിലൂടെ നടന്ന് വലിയൊരു പാലത്തിന് മുകളിൽ കയറി നിൽപ്പാണ് അവൾ. എത്രയൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ചിന്തിക്കാത്തൊരു കാര്യം. അത്രയും വിശ്വസിച്ചവൻ, ജീവൻ കൊടുത്ത് സ്നേഹിച്ചവൻ ചതിച്ചു എന്നുള്ള തിരിച്ചറിവിൽ അവൾ തിരഞ്ഞെടുത്തു. അപ്പുവിനെ പറ്റിച്ചില്ല ആദ്യേട്ട. എൻ്റെ അപ്പയെ ഓർക്കുന്തോറും വീണ്ടും വീണ്ടും കരഞ്ഞു പോയവൾ. സങ്കടം, അത്രയും സങ്കടം മാത്രമായിരുന്നു അവളിൽ. ചതിക്കപ്പെട്ടു എന്ന് കരുതിപ്പോയി. ഒരു നിമിഷം കണ്ണുകൾ അമർത്തിത്തോടെ ചെറുകെ അടച്ചതും വീണ്ടും ഉള്ളിലായി അവന്റെ മുഖം തെളിഞ്ഞു. പ്രണയിച്ചത്, ലാളിച്ചത്, ആദിയുടെ ഒപ്പമുണ്ടായിരുന്ന ഓരോ നിമിഷവും കൺമുന്നിലൂടെ മിന്നിമാഞ്ഞു. ഒടുക്കം ചന്ദ്രശേഖരന്റെ മുഖമുള്ളിൽ തെളിഞ്ഞതും എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കണ്ണുകൾ വലിച്ച് തുറന്നവൾ. കുറച്ച് സ്പീഡിൽ ഓടിക്കാവും നിനക്ക്? ഇങ്ങനെ പോയി ഇപ്പോഴൊന്നും അവിടെ എത്തില്ല. ഉറക്കം വന്നിട്ട് വയ്യ. നീ മാത്രമല്ല നൈറ്റ് ഡ്യൂട്ടി എടുത്ത് ക്ഷീണിച്ച്. ഞാനും അതേ ഡ്യൂട്ടി ആയിരുന്നു. അരികിലിരുന്ന് മുഖം വീർപ്പിച്ച് പറയുന്നവളുടെ കവിലായി വിരളിച്ചൊന്ന് കുത്തിക്കൊണ്ട് അവിടെ പറച്ച്. ഹോ വയ്യടി, ഈ നൈറ്റ് ഷിഫ്റ്റ് മതിയായി. രാത്രി ഉറങ്ങാൻ പറ്റില്ല. പിന്നെ എപ്പോഴാ? വേറെ എവിടെയെങ്കിലും ഒരെണ്ണം ശരിയാവുന്നവരെ തുടർന്നേ പറ്റൂ. ഫ്ലാറ്റ്, റെന്റ്, കാറിന്റെ അടവൊക്കെ വേണ്ട ഇഷ്യൂ. അതും ശരിയാ. ആ ഒരൊറ്റ കാരണം കൊണ്ടാ അയച്ചാന്റെ തലക്കിട്ട് ഞാൻ അടിക്കാൻ. ഞാൻ വായി നോക്കി. ഇഷു, നീ അങ്ങോട്ട് നോക്കിയേ. ആ കൊച്ചു ചാടാൻ പോവാണോ? ഏത് കൊച്ച്? അങ്ങോട്ട് നോക്കടി. അയ്യോ, വണ്ടി എടുത്ത്, അതിപ്പോ ചാടും. ഇഷാനി പറഞ്ഞത് ഞാൻ കാർ വേഗം സൈഡിലേക്ക് ഒതുക്കി നിർത്തി. വേഗം ഇറങ്ങി. ഡോർ തുറന്നുകൊണ്ട് ഇരുവരും വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. ഇതേ സമയം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടലെന്ന പോലെ കണ്ണുകൾ ഇറുകിയടിച്ച് താഴേക്ക് ചാടാനാഞ്ഞവൾ. അയ്യോ കൊച്ചെ, ചാടില്ലേ! ഉറക്കെ വിളിച്ച് പറയുന്നതിനൊപ്പം ഓടി വന്ന രണ്ടും കൂടി അവളെ കയ്യിൽ പിടിച്ച് താഴേക്ക് വലിച്ചിറക്കിയിരുന്നു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവാതെ ഞെട്ടലോടെ രണ്ടാളെയും മാറി മാറി നോക്കിപ്പോയവൾ. അവരും കണ്ണുമിഴിച്ച് നോക്കി നിൽപ്പാണ്. ഹിന്ദി ആക്ട്രസ് പോലൊരു പെണ്ണ്. കാപ്പി കണ്ണും വെളുത്ത് ചുവന്ന മുഖവും നീണ്ട മുടികളുമൊക്കെയായ ഒരു പാവക്കുട്ടി. സ്റ്റെപ്പിലായിരുന്നു മുട്ടുകാലിൽ മുഖം അമർത്തി വെച്ച് കരയുന്നവളെ കാണാൻ എന്തു പറയണമെന്നോ ചോദിക്കണമെന്നോ അറിയാത്ത പോലെ മുഖത്തോട് മുഖം നോക്കി നിൽപ്പായിരുന്നു ഇഷുവും അന്നുവും. അവളുടെ കരച്ചിൽ കാണാൻ പാവം തോന്നിപ്പോയി അവർക്ക്. ബ്രിഡ്ജിന് മുകളിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. നൈറ്റ് ഡ്യൂട്ടി എടുത്ത് ഉറക്കമൊക്കെ ഏതു വഴിക്ക് പോയെന്ന് രണ്ടുപേർക്കും അറിയില്ല. എന്തിനാ കൊച്ചിങ്ങനെ കരയുന്നത്? എന്തിനാ ഇവിടെ ചാടാൻ നോക്കിയത്? അന്ന അവൾക്കരികിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചതും കരഞ്ഞു ചുവന്ന മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൾ. ഒരു നിമിഷം ആ മുഖത്തിനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി അന്നുവിന്. സാരില്ല, എന്ത് പ്രശ്നമായും നമുക്ക് പരിഹരിക്കാം. കൊച്ചുവാ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം. അന്നു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും എന്തോ ഓർത്ത പോലെ വീണ്ടും മീരയുടെ കണ്ണ് നിറഞ്ഞു. എന്താ പറ്റിയേ? ഇഷുവാണ്. എനിക്ക് വീടില്ല, ആരുമില്ല. മുഖം കുനിച്ച് വിതുമ്പിക്കൊണ്ട് പറയുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന രൂപത്തെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചവൾ. ഇഷു അന്നു പരസ്പരം നോക്കിപ്പോയി. പറയുന്നത് കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അത് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ വീട്ടിൽ ജനിച്ചൊരു കുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും. ആരോടോ വഴക്കിട്ട് മരിക്കാൻ വന്നായെന്ന് അവർക്ക് തോന്നി.
എന്തോ അവളങ്ങനെ വഴിയിൽ വിട്ടിട്ട് വരാൻ രണ്ടുപേർക്കും തോന്നിയില്ല. അതെ കൊച്ചി കരയണ്ട, ഞങ്ങളുടെ കൂടെ വരൂ. അവിടെ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈശോ അവൾക്കരികിലേക്ക് ഇരുന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അനുകൂടി നിർബന്ധിച്ചും മീര പാതി മനസ്സോടെ സമ്മതം പറഞ്ഞു. ഇതേ സമയം ഭ്രാന്തി പിടിച്ച പോലെ അവൾക്കായുള്ള തെരച്ചിലാണ് മൂവരും. ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വലിഞ്ഞു മുറുകിയ ആദിയുടെ മുഖം കാണുമ്പോഴേ അവനെങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു രുദ്രനും മനുഷ്യൻ. അതിലും അപ്പുറം അവരുടെ അപ്പൂവിനെ എന്തുപറ്റി എവിടെയാണെന്നറിയാത്ത ആദി വേറെയും. ഒരു തരത്തിലും സമാധാനവും സന്തോഷവും തങ്ങൾക്ക് വിധിച്ചിട്ടില്ല എന്നൊരു ദേഷ്യം ദൈവത്തിനോട് പോലും അവർക്ക് തോന്നിപ്പോയി. ഡ്രൈവ് ചെയ്ത് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ആദിയുടെ ഫോൺ റിങ് ചെയ്ത് തുടങ്ങിയിരുന്നു. സൂഫി കോളിംഗ്. അത് കണ്ടത് വേഗം തന്നെ ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചവൻ. അപ്പുറം സൂഫി പറയുന്ന കാര്യം കേട്ട് അവനിൽ വല്ലാത്തൊരു ആശ്വാസം നിറയുന്നത് അൻഷും രുദ്രനും കണ്ടു. ആരാവര്? നമ്മുടെ ഇവിടുത്തെ ഓഫീസിലെ സ്റ്റാഫുകളാണ്, ഇഷാനി ആൻമരിയ. രണ്ടുപേരും ഓഫൻസാണ് സാർ. പിന്നെ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയാണ് താമസം. അത്ര കുഴപ്പക്കാരൊന്നുമല്ല. വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് കട്ട് ചെയ്തു. തന്നെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നവരെ നോക്കി അവനും. ഷീ സേഫ്. ഇവിടുത്തെ ബ്രിഡ്ജിന് മുകളിൽ കയറി ചാടാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ 2 സ്റ്റാഫ്സ് കണ്ടു. അവർക്കൊപ്പം കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ആദ്യം പറഞ്ഞു കേട്ടത് ആദ്യം തന്നെ ഞെട്ടലാണ് തോന്നിയത്, ഒപ്പം ഭയവും. അപ്പു സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് കേട്ടപ്പോഴേ 3 പേരുടെ ശ്വാസം നിലച്ചു പോയതുപോലെ ആയിരുന്നു. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള കാരണം അവളാണ്. അവളിങ്ങനെ ഒരു കടുങ്കൈ, അതും തങ്ങൾ കാരണം ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള ചിന്ത അവരെ ഒന്നാകെ ഉലച്ചു കളഞ്ഞു. എങ്ങനെ തോന്നിയേട്ടാ അവൾക്ക്? എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? പിന്നെ ഞാനെന്തിനാ? ഇത്രയും ദിവസമായിട്ടും എന്നെ അവൾക്ക് മനസ്സിലായില്ലേ? എന്റെ സ്നേഹം പോലും എനിക്ക് ചതിയായിട്ട് തോന്നി അപ്പു. അങ്ങേയറ്റം നോവ് നിറഞ്ഞു പോയിരുന്ന ആദിയുടെ വാക്കുകളിൽ. എന്താടാ ഇത്? അവള് നിന്നെ അത്രയും സ്നേഹിക്കുന്നോണ്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തു പോലും. എല്ലാത്തിൽ നിന്ന് ഓടി ഒളിച്ച് ശീലിച്ചവള് ഇന്ന് മരിക്കാൻ തുനിഞ്ഞെങ്കിൽ നീ ഇല്ലാതെ അവൾക്ക് പറ്റില്ലെന്ന് തോന്നിപ്പോയിട്ടാവും സൂര്യ. രുദ്രൻ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതു നിറഞ്ഞ കണ്ണുകൾ ഷോൾഡർ വെച്ച് തുടച്ചുകൊണ്ട് ആദി കാറ് മുന്നോട്ടെടുത്തു. നമ്മൾ വിളിച്ചാ അവൾ വരുമോ സൂര്യ? ആൻഷാണ്. വരും. എനിക്കറിയാം എങ്ങനെ കൊണ്ടുവരണമെന്ന്. എന്തുണ്ടായാലും രണ്ടുപേരും ഇതിൽ ഇടപെടാൻ നിൽക്കരുത്. ഒന്നും ചോദിക്കാതെയും പറയാതെയുള്ള അവളുടെ ഈ ഒളിച്ചോട്ടം ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. അത്രയും പറയുമ്പോൾ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്ന ആ വാക്കുകൾക്ക് രുദ്രനും അൻഷൊന്ന് പരസ്പരം നോക്കിക്കൊണ്ട് സമ്മതം പറഞ്ഞു. മിക്കവാറും അപ്പു ഇന്ന് അവന്റെ ദേഷ്യം കാണും. ഒരു ഫ്ലാറ്റിനുള്ളിലേക്ക് ആദ്യമായി കയറുന്നതിന്റെ ഭയമൊക്കെ ഉണ്ടായിരുന്നു മീരയ്ക്ക്. അന്യ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് മീര എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഈ ലോകം പോലും തനിച്ച് കാണാത്ത ഒരു പെൺകുട്ടി, എന്തിനോടും ഭയമുള്ളവൾ, ഒറ്റയ്ക്ക് ജീവിച്ച എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്നവർക്ക് അവളെപ്പോലെ ഒരുവൾ അത്ഭുതമാണ്. ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്ന് തോന്നി. ചായാൻ തോളുണ്ടാകുമ്പോഴേ തളർച്ച അറിയുമെന്ന് പറഞ്ഞു കേട്ടതാണ് അവൾക്ക് ഓർമ്മ വന്നത്. തങ്ങൾക്കതില്ലാത്തതുകൊണ്ട് ഇങ്ങനെയായി. അകത്തേക്ക് വാ, ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈശു പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ചതും മീരയും പതിയെ ചിരിച്ചു. ചുറ്റും കണ്ണുകൾ പായിക്കുന്ന തിരക്കിലാണവൾ. ഈശു അനുവും പരസ്പരം നോക്കിപ്പോയി. സാധാരണ തനിച്ചാണെന്ന് ആരോടെങ്കിലും പറയുമ്പോൾ ഒരു 100 ചോദ്യങ്ങളുണ്ടാവും. പേരൻസ് എവിടെ, റിലേറ്റീവ്സ് എവിടെ എന്നൊക്കെയായിട്ട്. ഇവിടെ അതൊക്കെ പോയിട്ട് തങ്ങളുടെ പേര് പോലും അവൾ ചോദിച്ചിട്ടില്ല. കൊച്ചിൻ്റെ പേരെന്നാ? അപ്പു. മീര എന്ന് പറയാൻ തുടങ്ങിയിട്ട് പിന്നെ എന്തോ ഓർത്ത പോലെ അപ്പു എന്ന് തിരുത്തി പറഞ്ഞവൾ. ഞാൻ ഇഷാനി, ഇത് ആൻ. അനുവിന്ന് ഞാൻ വിളിക്കും. രണ്ടുപേരെയും കൗതുകത്തോടെ നോക്കിയവൾ. എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ട് അവൾക്ക്. അപ്പു ഇരിക്കെ, നമുക്കൊരു കോഫി ഇട്ട് സംസാരിക്കാം. അന്നു അവളോട് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ഈശു ആ സമയം അവൾക്കൊപ്പം തന്നെ ഇരുന്നതേയുള്ളൂ. എന്തോ തനിച്ച് വിടാൻ തോന്നാത്ത പോലെ. എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ അവളേ ഉള്ളൂ. ഞങ്ങൾ വളർന്നൊരു ഓർഫനേജിലാണ്. വാളിൽ ഒന്നിച്ചിരിക്കുന്ന തങ്ങളുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നവളോടായി നേരത്തെ ഒരു ചിരിയോടെ ഇഷു പറയുമ്പോൾ കണ്ണുകൾ വിടർത്തിയൊന്ന് അവരെ നോക്കിയവൾ. ഇഷുവിന് ചിരിയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടാവും അനാഥരാണെന്ന് പറയുമ്പോൾ സഹതാപം കലരാത്തൊരു നോട്ടം കിട്ടുന്നു. ഇഷുവിന് അവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അവളതെങ്ങനെ എടുക്കുമെന്ന് പോലും അറിയാത്തൊരവസ്ഥയും. കോഫി കുടിക്കേ. അപ്പോഴേക്കും എൻ്റെ 3 പേർക്കുള്ള കോഫിയുമായിട്ട് അങ്ങോട്ട് വന്നിരുന്നു. കുടിക്ക്. അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഇഷു പറഞ്ഞതും പുറത്ത് കോളിംഗ് ബെൽ അടിച്ചത് ഒരുമിച്ചായിരുന്നു. അന്യ ചോദിക്കുമ്പോൾ എന്തിനെയെന്ന് പോലും അറിയാത്തൊരു ഭയമായിരുന്നു മീരയിൽ. താൻ ഇറങ്ങിപ്പോന്ന് ഇപ്പോൾ അവരറിഞ്ഞു കാണുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഒരു വേള അവരായിരിക്കും വന്നതെന്നുള്ള ചിന്തയിൽ അവളുടെ കൈകൾ അടുത്തിരിക്കുന്ന ഇഷുവിൽ മുറുകി. തന്നിൽ മുറുകി അപ്പുവിൻ്റെ കയ്യിലേക്കും പേടിയോടെ നിൽക്കുന്ന മുഖത്തേക്കും ഇഷു ഒരു സംശയത്തോടെ നോക്കി. അന്നു അപ്പോഴും വാതിൽ തുറക്കാനായി പോയിരുന്നു. ഡോറ് തുറന്നു നോക്കി അന്നുവിൻ്റെ കണ്ണൊന്ന് മിഴിഞ്ഞു. കയ്യിൽ ബാഗുകളുമായി നിൽക്കുന്നവളെ വാ തുറന്ന് നോക്കി നിന്ന് പോയവൾ. ഗൗരി, നീ മാറങ്ങോട്ട്. വാതിൽക്കൽ മിഴിച്ചു നിൽക്കുന്നവളെ തള്ളി മാറ്റി അത്രയും പറഞ്ഞ് കയ്യിലെ ബാഗും വലിച്ചുകൊണ്ട് കയറി വരുന്നവളെ ഇഷുവും മിഴിച്ചു നോക്കുമ്പോൾ അപ്പു മാത്രം പ്രതീക്ഷിച്ചവരല്ലെന്ന ആശ്വാസത്തിലാണ് നോക്കിയത്. ഗൗരി, ഇതെന്താടി? ഞാനവിടുന്ന് പോന്നു. ഇനി മുതൽ ഇവിടെയാ. എന്തു പറ്റി?
അതിന് മാത്രം എന്താ ഉണ്ടായത്? എന്തു പറ്റാനാ, സ്ഥിരം പല്ലവിയെന്നെ. ചേച്ചിക്ക് പകരം ഞാൻ. അമ്മയും കൂടി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണിപ്പോ. എനിക്ക് വയ്യടി, മടുത്തുപോയി. ആർക്കും പകരക്കാരിയാവും എനിക്ക് വയ്യ. അതിനപ്പുറം ഉള്ളിൽ തോന്നിയിട്ട് ഇഷ്ടം, മോഹിച്ച ജീവിതം, അതൊന്നും വേണ്ടെന്ന് നോക്കിയാലും വയ്യ. പിന്നെ ഇന്നലെ വരെ സഹോദരനായി കണ്ട ആളെ ഇന്നു മുതൽ ഭർത്താവായി കാണുമെന്ന് പറയാൻ നടക്കില്ല. ദേവേണ്ടെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി. പക്ഷെ അവിടെ അല്ലിമോളെ കുറിച്ച് പറഞ്ഞു. ഗൗരി വിഷമത്തോടെ പറയുന്നത് കേട്ടതും അവരും വല്ലാതെയായി. അപ്പു മാത്രം ഗൗരിയെ കണ്ടുപിടുത്തി നോക്കി നിൽപ്പാണ്. ഒരു സ്ലീവ്ലെസ് ബനിയനും ജീനുമാണ് വേഷം. ഷോൾഡർ വരെയുള്ള മുടികൾ കളർ ചെയ്തിട്ടിരിക്കുന്നു. മൊത്തത്തിലൊരു മോഡേൺ പോഷ് ലുക്ക്. അല്ലിമോളെ എനിക്ക് ഇഷ്ടമാടി, മോളെപ്പോലെ തന്നെ നോക്കുകയും ചെയ്യും. പക്ഷെ അതിനുവേണ്ടി ചേച്ചിയുടെ ഭർത്താവായിരുന്ന ആൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത്രയ്ക്കുള്ള വിശാല മനസ്കതയൊന്നും എനിക്കില്ല. ഗൗരിക്ക് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. ദേഷ്യത്തിലാണ് പറച്ചിലെങ്കിൽ പോലും അവളുടെ കണ്ണും നിറയുന്നുണ്ട്. അനുവിനും ഈശുവിനും പാവം തോന്നിപ്പോയി അവളോട്. ഗൗരിയുടെ ചേച്ചി ഗംഗ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിയുന്നു. ആക്സിഡന്റ് ആയിരുന്നു. 5 വയസ്സുള്ളൊരു മോളുണ്ട് അവർക്ക്. അവൾക്ക് വേണ്ടി ഗംഗയുടെ ഭർത്താവ് ദേവനെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് എന്നും വഴക്കാണ്. ഒട്ടും സഹിക്കാൻ വയ്യാതായപ്പോൾ ഇറങ്ങിപ്പോകുന്നതാണ് കക്ഷി. ആർക്ക് വേണ്ടിയും സ്വന്തം ജീവിതം ഹോമിച്ചുകളെ മാത്രം വിശാല മനസ്കതയൊന്നും കൊച്ചിനില്ല. പോട്ടടി, സാരമില്ല. അവരിപ്പോൾ ചിന്തിക്കുന്ന അല്ലിമോളെ കുറിച്ച് മാത്രമാണ്. അതാവും നിന്നിങ്ങനെ പ്രഷർ ചെയ്യുന്നത്. അതെനിക്കറിയാം ഇഷു. പക്ഷെ അല്ലിമോൾക്ക് വേണ്ടി സഹോദരനായി കാണുന്ന ഒരാളുടെ ഭാര്യയായിട്ട് ഞാനിങ്ങനെ ജീവിക്കും? മോളെ നോക്കാൻ ജീവിതകാലം മുഴുവൻ വിവാഹം വേണ്ടെന്ന് വെച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ചേച്ചിയുടെ മോളല്ലേ. പക്ഷെ അത് പറഞ്ഞിട്ടൊന്നും അമ്മയും അച്ഛനൊന്നും മനസ്സിലാക്കുന്നില്ല. ഇന്ന് രാവിലെ ദേവേൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം ഉറപ്പിക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതാ ഇറങ്ങിപ്പോന്ന്. അതിരിക്കട്ടെ, ഇതാരാ? ഇതാ അപ്പു. ഞങ്ങൾ കളഞ്ഞിട്ടിയതാടി. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അന്നു അപ്പുവിനെ ചേർത്ത് പിടിച്ചതും പെണ്ണും ഭംഗിയായി ഒന്ന് ചിരിച്ചു. കളഞ്ഞു കിട്ടി? ആന്നേ, സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. നമ്മുടെ ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നാ. ഈശു നടന്നൊക്കെ ഗൗരിക്ക് കൂടി വിവരിച്ചു കൊടുത്തു. ഗൗരി താടിക്കും കൈ കൊടുത്ത് അപ്പുവിനെ നോക്കി ഇരുന്നു പോയി. അപ്പു, എന്തിനാ അങ്ങനെ ചെയ്യാൻ? ഗൗരി എന്തോ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വീണ്ടും കോളിംഗ് ബെൽ അടിച്ചത് ഒരുമിച്ചായിരുന്നു. ഇനി ആരാണാവും? അന്നു വീണ്ടും ചോദിച്ചുകൊണ്ട് വാതിൽ തുറക്കാൻ പോയതും അപ്പു പിന്നെ ഈശുവിന്റെ കയ്യിൽ കയറി പിടിച്ചു. വാതിൽ തുറന്നതേ അന്നുവിന്റെ കണ്ണ് വീണ്ടും മൊഴിഞ്ഞു. സർ 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 സാറിവിടെ? മുന്നിൽ നിൽക്കുന്ന ഗടാഗടിയെ നോക്കിക്കൊണ്ട് പെണ്ണ് ചോദിച്ചു. സൂഫി അതൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി. അവരുടെ ബോസിന്റെ പിയാണ് വന്നിരിക്കുന്നത്. സൂഫിയെ പോലും നേരിട്ട് കാണാനുള്ള അനുവാദം ആർക്കും ഉണ്ടാവാറില്ല. സൂഫിയുടെ പിയായ ഹർഷൻ വഴിയാണ് സ്റ്റാഫിനെല്ലാം ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളത്. സൂഫിക്ക് പുറകെ ബ്ലാക്ക് ഫോർമൽ ഡ്രസ് ധരിച്ച ഗാർഡ്സ് എന്ന് തോന്നിക്കുന്ന 4 പേരും കൂടി ഫ്ളാറ്റിനുള്ളിലേക്ക് കയറിയതും അന്ന് കുറച്ചു നേരം കാര്യമൊന്നും മനസ്സിലാവാതെ അവിടെ തന്നെ ഷോക്കായി നിന്നു. ഇതേ സമയം ഉള്ളിലേക്ക് കയറിയുന്നവരെ കാണെ ഇഷുവും ഗൗരിയും ഞെട്ടി നിൽപ്പാണ്. അപ്പോൾ അവരാരെയും മനസ്സിലാവാതെ മാറി മാറി നോക്കി നിൽക്കുന്നു. സർ, മാം സേഫാണ്. സൂഫി ചെവിൽ കണക്ട് ചെയ്ത കോൾ വഴി സംസാരിച്ചുകൊണ്ട് അപ്പുവിനെ നോക്കിയതും അപ്പു നോക്കുന്ന ബാക്കിയുള്ളവരെയാണ്. സർ, എന്തെങ്കിലും പ്രോബ്ലം? പോയ ബോധം വീണ്ടെടുത്ത് ഗൗരിയാണ് സൂഫിയോട് ചോദിച്ചത്. ഒന്ന് നേരിട്ട് കാണാൻ പോലും പെർമിഷൻ കിട്ടാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം മുന്നിൽ വന്നിരുന്നാൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഞെട്ടലാണ് അവർക്ക്. 3 പേരും ജോലി ചെയ്യുന്ന റാംസ് ഗ്രൂപ്പിന് കീഴിലുള്ള ഫേമിലാണ്. റാംസിന്റെ ഓണേഴ്സ് വരുന്നുണ്ട്, അവർ വന്നിട്ട് സംസാരിക്കാം. സൂഫി പറഞ്ഞിരുത്തിയത് ഇനി ഞെട്ടാൻ വയ്യാത്ത പോലെ നിന്നുപോയിരുന്ന 3 ആളും. ഇന്ന് വരെ പബ്ലിക്കിന്റെ മുന്നിൽ പോലും വരാൻ ആഗ്രഹിക്കാത്ത ഓണേഴ്സ് വെറും സ്റ്റാഫ്സായ തങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഞെട്ടലോ സന്തോഷമോ ഭയമോ അങ്ങനെ എന്തൊക്കെയോ കൊണ്ട് സ്റ്റക്കായിട്ട് നിന്നുപോയിരുന്ന 3. അപ്പോൾ പിന്നെ പേടിയോടെ ഇഷുവിനെ പിടിച്ച് നിൽക്കുവാണ്. ചിരിച്ചു നിൽക്കുന്നവരെ തന്നെ കാണുമ്പോൾ പേടിയുള്ളവളാണ്. അപ്പോൾ ഗൗരവത്തിൽ നിൽക്കുന്നവരെ കണ്ടാൽ അവളുടെ അവസ്ഥ പിന്നെ പറയാനില്ലല്ലോ. അവളുടെ പേടി മനസ്സിലാക്കിയതുപോലെ ഇഷു അന്നുവും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് മുന്നിലായി നിൽക്കുന്നവനെ കാണെ ഗൗരി പറഞ്ഞതും സൂഫിയുടെ നോട്ടം നേരെ ചെന്ന് നിന്നത് അപ്പുവിലാണ്. കൊച്ചിനെ അറിയില്ലെങ്കിൽ പോലും അവരുടെ ബോസിൽ ഒരാൾ അവളാണ്. തന്നെയുമല്ല, സൂര്യയുടെ ഭാര്യയാണ്. രുദ്രന്റെയും മനുഷ്യന്റെയും കുഞ്ഞു പെങ്ങളും. അവളോടുള്ള ബഹുമാനം കൊണ്ടാണ് നിൽക്കുന്നത് തന്നെ. നോ താങ്ക്സ്. സൂഫി പറഞ്ഞുകൊണ്ടേ നോട്ടം മാറ്റിയിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു പോയതും അകത്തേക്ക് കയറി വരുന്ന ആളുകളെ കാണെ അപ്പു ഞെട്ടലോടെ തറഞ്ഞു നിന്നപ്പോൾ ബാക്കി 3 വാ തുറന്ന് നിൽപ്പായിരുന്നു. സർ, ആദിയെ കണ്ടത് സൂഫിയും ബാക്കി ഗാർഡ്സും ബഹുമാനത്തോടെ അവന് പുറകിലേക്ക് മാറി നിന്നു. ആദിയുടെയും രുദ്രന്റെയും മനുഷ്യന്റെയും നോട്ടം അപ്പുവിൽ മാത്രമാണ്. തങ്ങളെ പേടിയോടെ നോക്കി നിൽക്കുന്നവളെ കാണെ 3 പേർക്ക് ഉള്ളുപിടയുന്ന നോവ് തോന്നിപ്പോയി. ആദി വിളിച്ചത് ഭയത്തോടെ അവൾ ഇഷുവിനെ മുറുകെ പിടിച്ചു. ഗൗരി, ഇഷു, അന്നുവുമാണ് ഇപ്പോൾ ശരിക്കും ഞെട്ടിയത്. ഇങ്ങടുത്തു അപ്പു. അത്രയും ക്ഷമയോടെയാണ് ആദ്യം അവളെ വിളിക്കുന്നത്. ഒരടി പോലും ചലിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു അപ്പു. അവരെ 3 പേരെ ഒന്നിച്ച് കാണുമ്പോഴൊക്കെയും ചന്ദ്രശേഖരന്റെ മുഖമാണ് അവളിൽ തെളിഞ്ഞു വന്നത്. അവളുടെ കണ്ണിൽ അയാൾ അവളുടെ അപ്പയാണ്. സ്വന്തം അച്ഛനെ കൊന്നവരോട് ഭയമല്ലാതെ മറ്റെന്ത് തോന്നാനാണ്? വിളിച്ചാൽ വരാനാവില്ല നിനക്ക്? ആദി ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ഇഷുവിൽ നിന്ന് അപ്പുവിനെ പിടിച്ചു വലിച്ച് അവനിലേക്ക് ചേർത്തതും കരഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് കുതിരുമാറാൻ നോക്കിയവൾ. അപ്പു കരയുന്ന കാണെ ആദിയുടെ നെഞ്ചു പിടഞ്ഞു. ഹൃദയം ആരോ കീറി മുറിക്കുന്ന പോലെ.
ഇന്നോളം പ്രണയത്തോടെ നോക്കിയ മിഴികളിൽ നിറയുന്ന ഭയം അതുമാത്രം മതിയായിരുന്നു അവനിലെ ചെകുത്താനെ ഉണർത്താൻ. കാര്യറിയാതെ ഇനി നിന്ന് കരഞ്ഞാ നിന്നെ ജീവനോടെ കത്തിക്കും ഞാൻ. അലറിക്കൊണ്ട് പറയുന്നവനെ കാണെ എല്ലാവരും ഞെട്ടി. അപ്പുവിന്റെ അവസ്ഥ കാണെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ആരാണെന്നറിയാതെ ഇടപെടാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു ഗൗരി, ഇഷു, അന്നു. അതിനും അപ്പുറം അവരോട് തോന്നുന്ന ഭയം. രുദ്രനും അൻഷു അവളുടെ കരച്ചിൽ കാണാനാവാതെ മുഖം തിരിച്ച് നിൽപ്പാണ്. ആദ്യം മുമ്പ് പറഞ്ഞ വാക്കുകൾ മാത്രമേ അവർ അപ്പോൾ ഓർത്തുള്ളൂ. അപ്പു, വീട്ട് എനിക്ക് പേടിയാ. വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞത് ഒരു നിമിഷം ആദിയുടെ കവിളിൽ നനച്ചുകൊണ്ടൊരു തുള്ളി പെയ്തു. പറഞ്ഞതുപോലെ എന്നെ കൊന്നേക്ക് ആദ്യമായിട്ടോ, എന്റെ അപ്പയെ കൊന്നപോലെ എന്നെയും. ഡോണ്ട് അട്ടർ ദാറ്റ് വേർഡ്. അയാൾ നിന്റെ ആരുമല്ല അപ്പു. അത്രയും ദേഷ്യത്തോടെ അവളുടെ ചുമലിൽ പിടിച്ചു വലിച്ചുകൊണ്ടുള്ള ആ വാക്ക് കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ തറഞ്ഞു നിന്നുപോയവൾ ശ്വാസം എടുക്കാൻ പോലും മറന്നു. ഹൃദയമാരോ പിടിച്ച് ഞെരിക്കുന്നത് പോലൊരു നോവ്. അവളുടെ അവസ്ഥ മാത്രം മതിയായിരുന്നു ആദിയുടെ ദേഷ്യത്തെ തണുപ്പിക്കാൻ. ആദ്യേട്ടന് വിശ്വാസമില്ലേ കുഞ്ഞെ നിനക്ക്? അയാൾ നിന്റെ ആരുമല്ല. ആദി വീണ്ടും അത് ആവർത്തിച്ചത് ബോധം പറഞ്ഞുകൊണ്ടൊരു തൂവൽ പോലെ അവന്റെ കൈക്കുള്ളിലേക്ക് തന്നെ കുഴഞ്ഞു വീണു പോയവൾ. നിലത്തേക്ക് വീഴാനൊരുങ്ങിയവൾ ആദി താങ്ങി പിടിച്ച് നെഞ്ചോട് അടക്കിയിരുന്നു. രുദ്രനും മാനുഷും വെപ്രാടത്തോടെ അവൾക്ക് അരികിലേക്ക് ചെന്നു. അപ്പു, മോളെ. ബാക്കി 3 പേരും പേടിച്ചു പോയിരുന്നു. അവൾക്കരികിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ പോലും അവരെ ഭയന്ന് മാറി നിൽക്കേണ്ടി വന്നു. തട്ടി വിളിച്ചിട്ടൊന്നും അപ്പു എഴുന്നേൽക്കാതെ വന്നതും ഇഷു വേഗം മുന്നിലെ ടേബിളിരുന്ന വെള്ളമെടുത്ത് രുദ്രന് നേരെ നീട്ടി. അവളെ നോക്കിക്കൊണ്ട് അത് വാങ്ങി അപ്പുവിന്റെ മുഖത്ത് തളിച്ചുകൊണ്ട് അവളെ തട്ടി വിളിച്ച് രുദ്രൻ. ആ 3 പേരുടെയും പ്രാണൻ അവളിലാണെന്ന് ഗൗരിക്കും മനുവിനും ഇഷുവിനും തോന്നിയ നിമിഷമായിരുന്നത്. അവരുടെ കയ്യിൽ നിന്ന് അവളെ നോക്കാൻ പോലും തങ്ങൾ കയ്യിൽ നിന്ന് അവർക്ക് തോന്നി. അപ്പു. ആദിയുടെ ശബ്ദം കാതിൽ പതിച്ചത് കണ്ണുകൾ ചിമ്മി തുറന്ന് അവനെ ഒന്ന് നോക്കിയവൾ. അടുത്ത നിമിഷം അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് നെറുകയിൽ ചുണ്ടുകൾ അമർത്തി വെച്ചു ആദി. ഇറുകിയടച്ച കണ്ണിൽ നിന്ന് പൊഴിഞ്ഞ കണ്ണുനീർ തുള്ളി അവളെ പൊള്ളിച്ചുകൊണ്ട് പെയ്തു. എന്തിനാടി എന്നെ? നിനക്കിതൊന്നും താങ്ങാനാവില്ലെന്ന് അറിയുന്നോണ്ടാ ഞാൻ. ഒരു നിമിഷം അവന്റെ ശബ്ദമൊന്നിടറി. രുദ്രനോ അൻഷിനോ എന്തു പറയണമെന്ന് പോലും അറിയില്ല. രണ്ടുപേരെയും കുറ്റപ്പെടുത്താനാവില്ല. അവളെപ്പോലൊരു കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. അവൾക്ക് അത് അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാനാവില്ലെന്നും ഉറപ്പാണ്. അത്രയും കാലം സ്വന്തം എന്ന് കരുതിയൊന്നും തൻ്റെ എല്ലാം അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് നൽകുന്ന ഷോക്ക്, അത് എത്രമാത്രം വലുതാണെന്ന് ആദിക്കാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവനൊരിക്കലും അത് അനുഭവിച്ചറിഞ്ഞതാണ്. സർ, ആ റൂമിലേക്ക് എടുത്താം. അല്പം ഭയന്നുകൊണ്ടാണെങ്കിലും അന്നുവാണത് പറഞ്ഞത്. അവരെ നോക്കിക്കൊണ്ട് ആദി അവളെ ഇരുകൈയിലുമായി വാരിയെടുത്ത് അന്നു ചൂണ്ടിക്കാണിച്ച റൂമിലേക്ക് നടന്നു ആദി. രുദ്രനും അൻഷു അവിടെ തന്നെ നിന്നതേയുള്ളൂ. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ നിമിഷം വരെ അവൾക്ക് തങ്ങൾ അന്യരാണ്, ഭയമാണ്. അതിലും അപ്പുറം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ അവനെ കഴിയും. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ എല്ലാവരും അവിടെ തന്നെ നിന്നു. തന്റെ നെഞ്ചിൽ പതിക്കുന്ന അവളുടെ കണ്ണുനീരിൽ ഉള്ളം പിടയുന്നത് അറിഞ്ഞെങ്കിലും ആദ്യം മൗനം പാലിച്ചു. കരയാനുള്ളതൊക്കെയും കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി. എനിക്ക് ആരില്ല ആദ്യമായിട്ട്, അമ്മ ഒന്ന് എന്റെ അല്ലേ? വിതുമ്പിക്കൊണ്ട് ചോദിക്കുന്നവളെ അങ്ങേയറ്റം സ്നേഹത്തോടെ നോക്കിപ്പോയവൻ. ഒന്നും പറയാതെയും അറിയിക്കാതെയും ഇരിക്കാൻ വേണമെങ്കിൽ അവൾക്ക് നോവും എന്ന് കരുതി മറച്ചു വെക്കാം. പക്ഷെ അത് തെറ്റായി പോവും, അവളോട് കാണിക്കുന്ന ചതിയായി പോവും. എന്റെ കിളിക്കുഞ്ഞിന് ഒരു കഥ പറഞ്ഞിരട്ടെ. വാത്സല്യത്തോടെ അവളുടെ നെറുകിൽ തഴുകിയവൻ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരപ്പയുടെയും അമ്മയുടെയും മകളുടെയും കഥ. കുഞ്ഞുപെങ്ങളെ ജീവനെ പോലെ സ്നേഹിച്ച 2 ഏട്ടന്മാരുടെ കഥ. ആദ്യം അവിടെ നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. താൻ പറയുന്നൊക്കെയും കേൾക്കാൻ പ്രതീക്ഷയോടെ നോക്കുന്നവൾ കണ്ണുകൾ ഇറുകി അടച്ചു തുറന്ന് ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയവൻ. അവളുടെ അപ്പ, അമ്മ, ഏട്ടന്മാർ, സൂര്യ, അങ്ങനെയല്ല. ഇനിയൊന്നും ഒളിച്ചു വെക്കാനില്ലാത്ത പോലെ അവൾക്ക് മുന്നിൽ അവൻ ഉള്ളം തുറന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ഉറക്കെ കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയവൾ ആദ്യമായി ചങ്ക് പൊട്ടും വിധം. പുറത്തുനിന്നും ആ കരച്ചിൽ കേട്ട അൻഷുരുദ്രനും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. യാതൊരു ഇമോഷൻസും ഇല്ലാത്ത സൂഫിക്കും എന്തിനോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. അപ്പു കരയുന്ന കേട്ടതും കാര്യമൊന്നും അറിയാത്ത പകപ്പിലായിരുന്നു ഗൗരിയോ അന്നു വിഷു. കണ്ടിട്ട് കുറച്ച് സമയം ആയിട്ടുള്ളെങ്കിൽ പോലും എന്തോ ഒരു അടുപ്പം തോന്നിയിരുന്നു അവളോട്. ഒരുപക്ഷെ അത് അവൾക്കുള്ളിലെ നിഷ്കളങ്കത കൊണ്ട് തന്നെ ആവാം. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രം അവർക്ക് മനസ്സിലായി. പക്ഷെ ഒന്നും ചോദിക്കാനുള്ള ധൈര്യവുമില്ല. അതുകൊണ്ട് 3 ആളും മൗനം പാലിച്ചു. അപ്പു, മതി, ഇനി കരയരുത്. എനിക്കത് ഇഷ്ടമല്ല. പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ മുഖം പിടിച്ചുയർത്തിയതും ആദിയുടെ ഉള്ളമൊന്ന് വിങ്ങി. കരഞ്ഞു കരഞ്ഞ് പാതിയായിട്ടുണ്ട്. ഇങ്ങനെ ആവല്ലേടി, എനിക്ക് സഹിക്കുന്നില്ല. അവന്റെ കണ്ണ് നിറയുന്ന കണ്ടതും ഒന്ന് ഉയർന്നുകൊണ്ട് അവിടെ ചുംബിച്ചു മീര. ആദ്യമൊന്ന് ചിരിച്ചു. ഒരു മഴ പെയ്ത് തോർന്ന് തെളിഞ്ഞതുപോലെയായി അവനുള്ളവും. അവന്റെ വിശ്വാസം സത്യമായിരുന്നു. അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ അവനെ കഴിയും. വേദന തോന്നുമെങ്കിലും അവന്റെ നെഞ്ചിൽ പെയ്തൊഴിയാനുള്ളതേ കാണും.
കാരണം അവൾക്കിതെല്ലാം കഥകളാണ്. അനുഭവിച്ചറിയാതെ പോയ സ്നേഹം അവൾ അത്രമേൽ നോവിക്കില്ല. ഏട്ടന്റെ കൂടെ വന്നവര് അപ്പുവിന് മനസ്സിലായോ? ഏറെ നേരത്തിന് ശേഷമാണ് ആദ്യം അത് ചോദിച്ചത്. അവളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ തന്നിലേക്ക് നീളുന്ന കണ്ടതും ഒന്നുകൂടി അവളെ ചേർത്തു പിടിച്ചവൻ. അപ്പുവിന്റെ ഏട്ടന്മാരാ, വലിയേട്ടനും കുഞ്ഞേട്ടനും. മോളെ കാണാതെ ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാതെ ഒരുങ്ങി ജീവിച്ചവർ. എന്നിലുമേറെ വേദനിച്ച് നേറിയത് അവരാണ് അപ്പു. ഒന്നും പറഞ്ഞില്ല. അവൾ വെറുതെ അവനെ നോക്കി. താനും അവന് ഒരുപോലെ ആയിരുന്നു എന്ന് അവൾക്ക് തോന്നി. അപ്പയുടെയും അമ്മയുടെയും ചൂടിൽ നിന്ന് നടത്തി മാറ്റപ്പെട്ട രണ്ടുപേര്, സ്വന്തമെന്ന് കരുതി ആരൊക്കെയോ വിശ്വസിച്ച് സ്നേഹിച്ച് ചതിക്കപ്പെട്ടവർ. അതേ നിമിഷം തന്നെ കണ്ണുകൾ നിറച്ച് തന്നെ നോക്കിയ രണ്ടുപേരെയും അവൾക്ക് ഓർമ്മ വന്നു. അറിയാതെ ഒരു പുഞ്ചിരി അവളുടെ ചുടികളിൽ വിടർന്നു. തന്റെ സ്വന്തമായവർ, കൂടെ പിറന്നവർ, ആ ചിന്തയിൽ പോലും അവളുടെ ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞു. അപ്പുവിന് ഒത്തിരി ഇഷ്ടമാണ് അവർക്ക്. ഇന്നലെ നീ ഉറങ്ങുമ്പോഴേക്കും കൂടെ ഇരുന്ന രണ്ടുപേരും. ഇപ്പൊ നീ പേടിക്കും കരയെന്നൊക്കെ കരുതി മാറി നിൽക്കുക. അവരെന്റെ കിളിക്കുഞ്ഞ് വേദനിപ്പിക്കരുത്. അടുത്ത് ചെന്ന് ഏട്ടായി നിന്ന് വിളിച്ചാൽ മാത്രം മതി. ആദ്യം ഒരു കുഞ്ഞിനോടെന്ന പോലെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. വെറുതെ പോലും ഇനി അവർക്കിടയിൽ അകലം പാടില്ലെന്ന് തോന്നിയവന് അപ്പുവിനെ കാണാൻ വന്നപ്പോഴേക്കും മാറി നിന്ന് കണ്ടിട്ടേയുള്ളൂ രുദ്രൻ. ഏട്ടനാണെന്നറിഞ്ഞ് അവളായി ഓടി അരികിൽ വരണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അത് നടക്കണമെന്ന് മോഹിച്ചു പോയിരുന്നു ആദിയും. എന്നാ പോയാലോ? എഴുന്നേൽക്കുന്നതിനൊപ്പം അവളെയും ചേർത്ത് പിടിച്ചു ആദി. ഒന്നും പറയാതെ അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൊണ്ട് അവളും. ആദിയുടെ കൈകൾക്കുള്ളിൽ ഒതുങ്ങി വരുന്നവളെ കാണെ രുദ്രന്റെയും മനുഷ്യന്റെയും കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു. ഗൗരിയും അന്വേഷവും കണ്ണുമിഴിച്ച് അപ്പുവിനെ നോക്കി. അവരെയൊക്കെ കണ്ട് പേടിച്ച് തങ്ങളോടൊട്ടിയ ആളെയല്ല ഇപ്പൊ അവന്റെ കൈക്കുള്ളിൽ പതുങ്ങി നിൽക്കുന്നത്. ഒരു നിമിഷം ചാടിച്ചാവാൻ ബ്രിഡ്ജിന് മുകളിൽ കയറിയത് അപ്പു തന്നെയായിരുന്നോ എന്ന് പോലും ഇഷുവിനും അനുവിനും സംശയം തോന്നി. ആദിയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന കുഞ്ഞുപങ്ങളെ രുദ്രനും അനുഷും കണ്ണിമച്ചിമാതെ നോക്കി നിന്നു. മുഖം കുനിച്ച് നിൽപ്പാണവൾ. തങ്ങൾ അവിടെ സ്വന്തമാണെന്ന് ഇപ്പോൾ അവൾക്കറിയാം. ആ ചിന്തയിൽ പോലും അവരുടെ ഹൃദയം ആർദ്രമായി. ഇന്ന് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള നിധിയാണ് അപ്പയും അമ്മയും തന്നിട്ട് പോയ ജീവൻ. അവരിൽ നിന്ന് നടന്നു മാറാതെ ഒതുങ്ങിന്നുകൊണ്ട് തന്നെ പതിയെ മുഖം ഉയർത്തി അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിയവൾ.